നമസ്കാരം. നമ്മുടെ സമീപകാല ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭയാനകമായ ഒരു അധ്യായമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതെ, ഐസിസ് എന്ന ഭീകര സംഘടനയുടെയും അവർ കെട്ടിപ്പടുത്ത ആ ഖിലാഫത്തിന്റെയും കഥ. ഇത് വെറുമൊരു ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെ കഥയല്ല, മറിച്ച് ശരിക്കും ഒരു രാജ്യം പോലെ പ്രവർത്തിക്കാൻ ശ്രമിച്ച ഒന്നിന്റെ ഉയർച്ചയും അതുപോലെ തന്നെ അതിന്റെ തകർച്ചയുമാണ്. അപ്പോ നമ്മളെല്ലാവരും ചോദിക്കുന്ന പ്രധാന ചോദ്യം ഇതാണ്: എങ്ങനെയാണ് ഒരു ഭീകര സംഘടനയ്ക്ക് സിറിയയുടെയും ഇറാഖിന്റെയും വലിയൊരു ഭാഗം പിടിച്ചെടുത്ത് ഏകദേശം ബ്രിട്ടന്റെ അത്രയും വലിപ്പമുള്ള ഒരു പ്രദേശം ഭരിക്കാൻ കഴിഞ്ഞത്? കേൾക്കുമ്പോൾ അവിശ്വസനീയമായിട്ട് തോന്നാം, പക്ഷെ ഇതായിരുന്നു യാഥാർത്ഥ്യം. അവരുടെ ശക്തിയുടെ പാരമ്യത്തിൽ ഏകദേശം 80 ലക്ഷം ജനങ്ങളെയാണ് ഐസിസ് ഭരിച്ചിരുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, അതൊരു ചെറിയ സംഖ്യയല്ല, ഏതെങ്കിലും ഒരു നഗരമോ പട്ടണമോ അല്ല. ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെ നേരിട്ട് നിയന്ത്രിച്ചിരുന്ന ഒരു ഭരണകൂടം തന്നെയായിരുന്നു അത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രാഷ്ട്രം എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്ന് മനസ്സിലാക്കാൻ നമുക്കിതിന്റെ തുടക്കത്തിലേക്ക് തന്നെ പോകാം. എവിടെ നിന്നാണ് ഇതിന്റെ എല്ലാം ആരംഭം? ഐസിസിന്റെ വേരുകൾ തേടി നമ്മൾ പിന്നോട്ടു പോകേണ്ടത് 2003 ഇറാഖ് യുദ്ധകാലത്തേക്കാണ്. അവിടെ ഉണ്ടായ ആ ഒരു അധികാരശൂന്യതയിൽ നിന്നാണ് അൽ ഖൈദയുടെ ഒരു പ്രാദേശിക ശാഖയായി ഇവരുടെ തുടക്കം. പിന്നീട് സിറിയയിലെ ആഭ്യന്തര യുദ്ധം അവർക്ക് വളരാൻ പറ്റിയ ഒരു വളക്കൂറുള്ള മണ്ണൊരുക്കി. ഒടുവിൽ 2014 ഇറാഖിലെ മൊസൂൾ നഗരം പിടിച്ചെടുത്തതോടെ അവർ തങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിച്ചു: ഒരു ആഗോള ഖിലാഫത്ത്. അപ്പോ ഇതാണ് ഇവിടുത്തെ ഏറ്റവും നിർണായകമായ പോയിന്റ്. മുൻപുണ്ടായിരുന്ന ഭീകര സംഘടനകളെപ്പോലെ വെറുതെ ആക്രമണങ്ങൾ നടത്തുക എന്നതായിരുന്നില്ല ഐസിസിന്റെ ലക്ഷ്യം. അവർക്ക് ഭൂപ്രദേശം നിയന്ത്രിക്കണമായിരുന്നു, അവിടെ ഭരിക്കണമായിരുന്നു. നികുതി പിരിക്കുക, സ്വന്തമായി കോടതികൾ സ്ഥാപിക്കുക, നിയമങ്ങൾ നടപ്പാക്കുക. ശരിക്കും ഒരു പ്രോട്ടോ സ്റ്റേറ്റ്, അതായത് ഒരു രാജ്യത്തിന്റെ ആദ്യ രൂപം പോലെ അവർ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇതുതന്നെയാണ് അവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കിയത്. ശരി, പിടിച്ചെടുത്ത ഈ പ്രദേശങ്ങളെല്ലാം ഐസിസ് എങ്ങനെയാണ് ഒരു ഭരണകൂടമാക്കി മാറ്റിയതെന്ന് നമുക്ക് നോക്കാം. അവരുടെ ഭരണം ഭയങ്കര ക്രൂരമായിരുന്നു, സംശയമൊന്നുമില്ല. പക്ഷേ അതിന് വളരെ ചിട്ടയായൊരു ഘടനയുണ്ടായിരുന്നു. ശരിക്കും ഒരു ഗവൺമെന്റ് പോലെ തന്നെയായിരുന്നു അവരുടെ പ്രവർത്തനം. ധനകാര്യം, ആരോഗ്യം, സുരക്ഷ, ഇതിനൊക്കെയായിട്ട് അവർക്ക് പ്രത്യേക മന്ത്രാലയങ്ങൾ വരെ ഉണ്ടായിരുന്നു. ശരിയത്ത് നിയമം വളരെ കർശനമായി നടപ്പാക്കി. അത് ലംഘിക്കുന്നവരെ റോഡിലിട്ട് പരസ്യമായി ശിക്ഷിച്ചു. അതേസമയം തന്നെ സാധാരണ ജനങ്ങളിൽ നിന്ന് ടാക്സ് പിരിക്കുകയും കറന്റും വെള്ളവും പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്തു. അതായത് ഈ ക്രൂരമായ ശിക്ഷകളും ഒരു സാധാരണ ഭരണകൂടത്തിന്റെ രീതികളും ഒരുമിച്ച് ചേർത്താണ് അവർ അധികാരം ഉറപ്പിച്ചു നിർത്തിയത്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ്: ഈ ഭരണപരിപാടികൾക്കൊക്കെ അവർക്ക് എവിടെ നിന്നാണ് പണം കിട്ടിയത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് അവരെ ഇത്രയധികം അപകടകാരികളാക്കി മാറ്റിയത്. ഇവിടെയാണ് ഐസിസ് ഒരുപാട് ഭീകര സംഘടനകളിൽ നിന്ന് വ്യത്യസ്തരാവുന്നത്. അവർ വിദേശത്തുള്ള ആരുടെയെങ്കിലും സംഭാവനയെയോ സഹായത്തെയോ അല്ല ആശ്രയിച്ചിരുന്നത്. അവർ സാമ്പത്തികമായിട്ട് ഒരുവിധം സ്വയം പര്യാപ്തരായിരുന്നു. അവരുടെ വരുമാനത്തിന്റെ ഏറ്റവും വലിയ ഭാഗം വന്നത് അവർ പിടിച്ചടക്കിയ എണ്ണപ്പാടങ്ങളിൽ നിന്നും പിന്നെ അവിടുത്തെ ജനങ്ങളെയും ബിസിനസ്സുകളെയും ഭീഷണിപ്പെടുത്തി പിരിച്ചെടുക്കുന്ന നികുതിയിൽ നിന്നുമായിരുന്നു. സംഭവം വളരെ വ്യക്തമാണ്, അല്ലേ? വിഭവങ്ങളുടെയും ജനങ്ങളുടെയും മേലുള്ള പൂർണ്ണ നിയന്ത്രണം, അത് തന്നെയായിരുന്നു അവരുടെ സാമ്പത്തിക നട്ടെല്ല്. എണ്ണവിറ്റും ആളുകളെ പേടിപ്പിച്ച് പണം വാങ്ങിയും അവർ സ്വന്തമായി നിലനിൽക്കാൻ കഴിവുള്ള ഒരു സാമ്പത്തിക ശക്തിയായി മാറി. ഇത്രയും ശക്തമായൊരു സാമ്പത്തിക അടിത്തറയും ഭരണ സംവിധാനവുമൊക്കെ ഉണ്ടായിട്ടും ഈ ഭീകര രാഷ്ട്രം എങ്ങനെയാണ് തകർന്നടിഞ്ഞത്? അതാണ് ഈ കഥയുടെ അടുത്ത ഭാഗം. ഐസിസിന്റെ പതനം ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ചതല്ല. ഒരു അന്താരാഷ്ട്ര സഖ്യസേനയും അവിടുത്തെ പ്രാദേശിക ശക്തികളും ഒരുമിച്ചു നടത്തിയ വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിന്റെ ഫലമായിരുന്നു അത്. അവരുടെ തലസ്ഥാനങ്ങളായിരുന്ന മൊസൂളും റക്കയും ഒന്നൊന്നായി തിരിച്ചുപിടിച്ചു. ഒടുവിൽ 2019 സിറിയയിലെ അവരുടെ അവസാനത്തെ തുരുത്തും നഷ്ടപ്പെട്ടു. അതേ വർഷം ഒക്ടോബറിൽ അവരുടെ നേതാവായ അൽ ബഗ്ദാദിയും ഒരു US ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അതോടുകൂടി അവരുടെ ആ ഒരു പ്രാദേശിക ഭരണത്തിന് പൂർണ്ണമായും തിരശ്ശീല വീണു. അങ്ങനെ 2019 അവസാനമായപ്പോഴേക്കും ഐസിസ് കെട്ടിപ്പടുത്ത ആ ഒരു രാഷ്ട്രം എന്ന് പറയുന്നത് ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാതായി. പക്ഷേ അതുകൊണ്ട് ഐസിസ് എന്ന സംഘടന മൊത്തത്തിൽ അവസാനിച്ചോ? അതായിരുന്നു എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്ന അടുത്ത ചോദ്യം. ഉത്തരം ഇല്ല എന്നായിരുന്നു. അവരുടെ രാജ്യം നഷ്ടപ്പെട്ടു, ശരിയാണ്. പക്ഷേ ഐസിസ് ഇല്ലാതായില്ല. പകരം അവർക്ക് രൂപമാറ്റം സംഭവിച്ചു. അപകടകരമായ ഒരു പാരമ്പര്യം ബാക്കിവെച്ച് അവർ പുതിയൊരു ഭീഷണിയായി മാറി. ഐസിസിന്റെ ഘടന മൊത്തത്തിൽ മാറി.
പണ്ട് ഒരു പ്രദേശം ഭരിച്ചിരുന്ന കൃത്യമായ ഒരു നേതാവുണ്ടായിരുന്ന ഒരു സംഘടനയായിരുന്നുവെങ്കിൽ ഇന്നതൊരു വികേന്ദ്രീകൃത ശൃംഖലയാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ. എണ്ണപ്പാടങ്ങളൊക്കെ നഷ്ടപ്പെട്ടതുകൊണ്ട് വരുമാനത്തിനായി അവരിപ്പോൾ ആശ്രയിക്കുന്നത് പലതരം ക്രിമിനൽ പ്രവർത്തനങ്ങളെയാണ്. അപ്പോ എന്തുകൊണ്ടാണ് ഇതിപ്പോഴും ഒരു വലിയ പ്രശ്നമായി തുടരുന്നത്? ഒന്നാമത്തെ കാര്യം, ഐസിസ് ഒരു ആശയമായി, ഒരു ഗ്രാൻഡായി ഇന്നും നിലനിൽക്കുന്നു എന്നതാണ്. ഇറാഖിലും സിറിയയിലും അവരിപ്പോഴും ഒളിപ്പോരാട്ടങ്ങൾ നടത്തുന്നുണ്ട്. അവരുടെ ആശയങ്ങൾ ഓൺലൈനിലൂടെ പ്രചരിച്ച് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഒറ്റപ്പെട്ട ആക്രമണങ്ങൾക്ക് പ്രചോദനമാകുന്നു. പക്ഷേ അതിനേക്കാളൊക്കെ വലിയ ഭീഷണി അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോയ 10,000-കണക്കിന് വിദേശികളാണ്. അവർ സ്വന്തം രാജ്യങ്ങളിലേക്ക് തിരികെ വരുന്നത് ലോകം മുഴുവൻ വലിയ സുരക്ഷാപ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുന്നത് ഈ ഒരു ചോദ്യത്തോടെയാണ്. ഐസിസിന്റെ ആ രാഷ്ട്രം തകർക്കപ്പെട്ടു എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഒരു പ്രദേശത്തെ പരാജയപ്പെടുത്തുന്നതും ഒരു ആശയത്തെ പരാജയപ്പെടുത്തുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടല്ലേ? അപ്പോൾ ആ ഭീഷണി യഥാർത്ഥത്തിൽ അവസാനിച്ചോ? ഇത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.